എടി, ഭർത്താവിൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ ഒന്നിച്ച് നീ എന്തിനാ വീട്ടിലേക്ക് വിളിച്ചത്? ഒരാൾ മാത്രമാകുമ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നില്ലേ മോളെ? എന്തായാലും അർപ്പിതയുടെ മെയിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മാഡം, എൻ്റെ പേര് അർപ്പിത. യഥാർത്ഥ പേരല്ല. എനിക്ക് 25 വയസ്സ്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമാകുന്നു. ഡിഗ്രിയും PGയും ഒക്കെ ഞാൻ ബാംഗ്ലൂരിലാണ് ചെയ്തത്. അവിടെ 1 വർഷം ജോലി ചെയ്യുകയും ചെയ്തു. ആ സമയത്തെന്ന് പറയാൻ പറ്റില്ല. ഞാൻ PGക്ക് പഠിക്കുമ്പോഴേ ഒരാളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അന്യമതത്തിൽപ്പെട്ട ഒരാളാണ്. കേരളീയൻ തന്നെയാണേ. അവിടെ പുള്ളിക്ക് ജോലിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാർക്കിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. പിന്നീട് പതിവായി കണ്ടുമുട്ടി പ്രേമമായി. എനിക്കവിടെ ജോലിയായി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു നമുക്ക് ഒന്നിച്ച് താമസിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഏകദേശം 1 വർഷത്തോളം ഒന്നിച്ച് താമസിച്ചു. എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. വീട്ടുകാരറിഞ്ഞില്ല. അറിഞ്ഞാലും ഈ കല്യാണത്തിന് സമ്മതിക്കുകയില്ല. അവരുടെ വീട്ടുകാർ സമ്മതിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പതുക്കെ അവരോട് പറയാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഒരു കസിൻ ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഇതെങ്ങനെയോ മണത്തറിഞ്ഞു. എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കൊടുത്തു. എൻ്റെ കാമുകനേക്കാൾ വലിയ സെറ്റപ്പും സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആളെ കൂട്ടി വന്നു. ഞങ്ങൾ രണ്ടുപേരെയും പിരിക്കാനുള്ള ശ്രമം അവർ അവിടെ നിന്ന് തുടങ്ങി. എന്നെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങേരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും നാട്ടിൽ വന്നത് പിന്നെ എനിക്ക് പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു 3-4 മാസത്തോളം അവസരം കിട്ടിയില്ല. അത് കഴിഞ്ഞ് അവസരം കിട്ടിയപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളി നിരുപാധികം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറി. കാരണം പുള്ളിക്കും വീട്ടിൽ സ്ട്രഗിൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല. അതുമാത്രമല്ല, മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. വിവാഹമൊന്നും ഉടനെ കഴിക്കാൻ താല്പര്യമില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിരുന്നു ഇഷ്ടം. അങ്ങനെ ആ ബന്ധം അവിടെ വെച്ച് പിരിയേണ്ടി വന്നു. അതിൽ എനിക്കൊത്തിരി ദുഃഖമുണ്ടായിരുന്നു. ആത്മാർത്ഥമായ ഇഷ്ടമുണ്ട്. അതുമാത്രമല്ല, ഇത്രയും സൗന്ദര്യമുള്ളൊരു പുരുഷനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? പുള്ളിക്കാരൻ എൻ്റെ ഭർത്താവായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യവതിയായ ഒരു സ്ത്രീയാണ്. ഏത് സ്ത്രീ കണ്ടാലും മോഹിക്കുന്ന ഒരു പുരുഷനാണ്. പക്ഷേ ഇതേപോലെ ഒരാളെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ എന്ന് തന്നെ ഞാൻ പറയും. അത്രയ്ക്ക് നല്ലൊരാളെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. കാണുമായിരിക്കാം, പക്ഷെ നമ്മളെ സ്നേഹിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ കല്യാണം കഴിക്കണമെന്നോ ഒരു നിർബന്ധമില്ലല്ലോ. അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അത്രയും സുന്ദരനായ ഒരു പുരുഷൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നതൊക്കെ ഒത്തിരി സ്വപ്നം കണ്ടിരുന്നു. നടക്കില്ലെന്ന് പറഞ്ഞാലും നമുക്കൊരാശ മനസ്സിൽ കാണില്ലേ? അത് അവിടെ അസ്തമിച്ചു. പിന്നീട് വീട്ടുകാർ എന്നോട് പറഞ്ഞു ഇനി അവർ പറയുന്നവരെ കല്യാണം കഴിക്കണമെന്നും. അങ്ങനെയാണ് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. ചെക്കൻ എന്നെ വന്ന് കണ്ടു. അധിക സംഭാഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെക്കനും മോഡേൺ ആണ്. പുള്ളി പണ്ട് ബാംഗ്ലൂരൊക്കെ പഠിച്ചതാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നു. വിവാഹത്തിന് മുമ്പ് വലിയ രീതിയിലുള്ള ആശയവിനിമയങ്ങളോ പ്രണയമോ ഒന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ പറഞ്ഞു കല്യാണം കഴിച്ചു. പുള്ളിക്കാരനും അങ്ങനെ തന്നെ. അതിനിടയ്ക്ക് വളരെ കൗതുകത്തോടു കൂടിയോ സ്നേഹത്തോടു കൂടിയോ എനിക്കും കോളുകളൊന്നും വന്നില്ല. എന്നെപ്പോലെ തന്നെ അങ്ങർക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. ഈ അന്തസ്സും ആഭിജാത്യവും ഒക്കെയാണല്ലോ പലപ്പോഴും കല്യാണത്തിന് കാരണമാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റില്ല. അതേപോലെ ഒരാളായിരിക്കും പുള്ളിയെന്നും എനിക്ക് തോന്നി. എന്തായാലും ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കാലടി എടുത്തു വെച്ചു. പിന്നെ എന്തായാലും എനിക്ക് പുരുഷനുമായി ജീവിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ മാനേജ് ചെയ്യും. കാരണം എൻ്റെ പഴയ കാമുകനേക്കാൾ എന്തായാലും ഒട്ടും ഒരു കാര്യത്തിലും മെച്ചമുള്ള ആളായിരിക്കില്ല ഇയാളെന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. അയാളെ മാനേജ് ചെയ്യാമെങ്കിൽ എനിക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു. പക്ഷേ ആദ്യ ദിവസം ഭർത്താവ് 1-2 വാക്കുകൾ സംസാരിച്ചിട്ട് എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ പലപ്പോഴും വിരുന്നിന് പോവുക ഒരു ഷോ ഓഫ് മാത്രമായിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി എന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളോ ആവശ്യമുള്ള കാര്യങ്ങളോ ഒന്നും സംസാരിക്കില്ല. ഞാനാണെങ്കിൽ എന്ത് സംസാരിക്കണം എന്നറിയാതെ അവിടെ കുഴങ്ങി നിന്നു. എന്തായാലും അങ്ങേരെക്കാൾ കൂടുതൽ സ്മാർട്ട്നെസ് എനിക്ക് തന്നെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ദിവസം ചോദിച്ചു ശരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ടാണോ എന്നെ കല്യാണം കഴിച്ചത്? അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചെന്നോട് ചോദിച്ചു നീ എന്നെ ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിച്ചത്? ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണമാണെന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും അറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റേത് അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. അങ്ങയുടെ കൂടെ ഞാൻ ജീവിക്കുകയായിരുന്നു. എൻ്റെ വീട്ടുകാർ വന്ന് അന്യമാസത്തിനാണെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി എന്നെ വീട്ടു തടങ്കലിലാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഈ കല്യാണത്തിന് നിർബന്ധിച്ചത്. നിങ്ങളുടെ കാര്യം എന്താണെന്ന് പറഞ്ഞെങ്കിലല്ലേ എനിക്കറിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് പുള്ളിക്കാരൻ എന്നെ തുറച്ചു നോക്കി. നിനക്കങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ച ശേഷം ഭർത്താവാകാൻ പോകുന്ന ആളെ എപ്പോഴും വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യില്ലേ? പിന്നെ കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ തന്നെ പെണ്ണുങ്ങൾ ആണുങ്ങളെ കയറി അങ്ങോട്ടങ്ങ് വിളിക്കുകയാണോ? ഒരിക്കലുമല്ല. ആണുങ്ങളായിരിക്കും പെണ്ണുങ്ങളെ വിളിക്കുന്നത്.
നിങ്ങളെന്താ എന്നെ വിളിക്കാതിരുന്നത്? നിങ്ങൾക്ക് വിളിക്കാൻ മേലായിരുന്നോ? നിങ്ങളുടെ നാക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കും ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണമായിരുന്നു. നിങ്ങൾ കാര്യമായിട്ടായിരുന്നു പ്രേമം? ഏയ്, എനിക്ക് കാര്യമായിട്ട് പ്രേമമൊന്നുമില്ല. എനിക്ക് വിവാഹം എന്നുള്ള കൺസെപ്റ്റിനോട് ഒട്ടും താല്പര്യമില്ല. കുടുംബം, കുട്ടികൾ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കൺസെപ്റ്റിൽ പെടുന്നതല്ല. എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം, അടിച്ചു പൊളിച്ച് നടക്കണം. ആഹാ, അപ്പോൾ നിങ്ങൾക്ക് പല സ്ത്രീകളുമായിട്ടും ഇങ്ങനെ കറങ്ങി നടക്കണമെന്നാണോ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, സ്ത്രീകളുമായി നീ വിചാരിക്കുന്ന പോലെ എനിക്ക് അത്ര വലിയ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ നന്നായിരിക്കേണ്ടത്? അതൊന്നുമല്ല, എനിക്ക് സ്വതന്ത്രമായി നടന്ന് റൈഡ് ചെയ്യണം, പിന്നെ പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യണം, അതും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അതിൽ സ്ത്രീകളൊന്നുമില്ല, എല്ലാം ബോയ്സാണ്. മാരീഡും അൺമാരീഡുമായുള്ള ആളുകളുണ്ട്. അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ സ്ഥാപനവും നന്നായി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, തൻ്റെ ആഗ്രഹം എന്താണ്? ഞാനും പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു. നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. ഏതെങ്കിലും വഴിക്ക് നമുക്ക് ജീവിച്ചു പോകാം. അങ്ങനെയാണെങ്കിൽ 2 വർഷം ഇങ്ങനെ പോകട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടു കൂടെ പൊരുത്തപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് മ്യൂച്വൽ ഡൈവോഴ്സ് ചെയ്യാം. അപ്പോൾ വീട്ടുകാരും അതിന് സമ്മതിക്കുമായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞാൻ അതിന് സമ്മതിക്കാം. അല്ലാതെ ഞാനായിട്ട് പോയി എൻ്റെ വീട്ടിൽ പറയില്ല. കാര്യം എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണെന്ന് പറയും. ഓൾറെഡി എനിക്ക് പ്രേമത്തിന് പേരുദോഷമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതൊക്കെ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് 2 പേർക്കും കൂടി എന്തെങ്കിലും ഒക്കെ ചെയ്യാം. ഇപ്പം തൽക്കാലം എനിക്ക് എൻ്റെ വഴി, തനിക്ക് തൻ്റെ വഴി. പിന്നെ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കാനൊക്കെ എൻ്റെ കൂടെ നിൽക്കണം. പിന്നെ ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ വരികയും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ തീർച്ചയായിട്ടും വരും. നമുക്ക് 2 പേർക്കും ഫ്രണ്ട്സായിട്ട് പോകാം. എനിക്ക് നിങ്ങളെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒത്തിരി കൺഫ്യൂഷനോടുകൂടിയാണ് എൻ്റെ ഈ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നപ്പോൾ ഒരു കണക്കിന് നന്നായെന്ന് തോന്നി. പിന്നെയും വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞ പോലെ, എന്നാലും തൻ്റെ പഴയ കാമുകൻ ആരാ? 1 വർഷം അയാളുടെ താമസിച്ചല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മറ്റും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ തരാമെങ്കിൽ ഞാൻ പ്രൊഫൈൽ സെർച്ച് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴേക്കും പുള്ളി പറഞ്ഞു, അയ്യോ, ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണല്ലോ, പുള്ളി ഒരു മോഡലല്ലേ? ഞാൻ പറഞ്ഞു, മോഡലാണോ? ഓ, ഈ മനുഷ്യൻ്റെ കൂടാണോ നീ 1 വർഷം കഴിഞ്ഞത്? വല്ലാത്തൊരു നഷ്ടമായിപ്പോയല്ലോ. ഇത്രയും നല്ല ഗ്ലാമറായ നല്ലൊരാളെ നീ മിസ് ചെയ്തു. ഞാൻ പറഞ്ഞു, അതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. വല്ലാത്ത കഷ്ടമായിപ്പോയി. സാധാരണ ആണുങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടാകേണ്ടതല്ലേ? എന്താ പുള്ളി ഇതിനെ കല്യാണം കഴിക്കാതിരുന്നത്? അതോ നീ വേണ്ടെന്ന് വെച്ചതാണോ? ഞാൻ ഒരുക്കമായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അവസാനം എൻ്റെ വീട്ടുകാരുടെ ഭീഷണി കേട്ട് പിന്മാറുകയായിരുന്നു. ഓ, അപ്പോൾ പേടിത്തോണ്ടനാ ഈ കാണുന്ന മസിലൊക്കെയുള്ളൂ. ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ സാഹചര്യമല്ലേ. പോട്ടെ, ഇതിലും നല്ല ആൾക്കാരെ കണ്ടെത്താൻ പറ്റുമോയെന്ന് വിവാഹമോചനം കഴിഞ്ഞിട്ട് ആലോചിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നോക്കണം, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് മനസ്സിന് വലിയ സ്ട്രെസ്സൊന്നുമില്ല. ഞാൻ ആ വീട്ടിൽ അഭിനയിച്ചു കഴിഞ്ഞു. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ സന്തോഷമാണെന്ന് ഭാവിച്ചു. എന്തായാലും 1.5 വർഷം ഇങ്ങനെ പോകാം. അത് കഴിയുമ്പോൾ ഭർത്താവ് ഞാൻ തമ്മിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ ഞങ്ങൾ പോകും. ചിലപ്പോൾ അങ്ങേരുടെ 1-2 ഫ്രണ്ട്സും കൂടെ വരും. അവരോടൊക്കെ ഞാൻ കമ്പനിയായി. എനിക്കതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കാർക്കും ഇതറിയില്ല. ആരോടും ഒരുത്തരോടും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയരുതെന്ന് എൻ്റെ ഹസ്ബൻഡ് നിർബന്ധിച്ച് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ആരുമില്ല. 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് എന്തായാലും ഇത്രയും ദുരന്ത കഥകൾ ഇനിയും പറയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങളല്ലേ, പെണ്ണുങ്ങൾക്ക് എപ്പോഴും എല്ലാം തുറന്ന് പറയുന്ന വേറൊരു സുഹൃത്ത് കാണും. എനിക്കും അങ്ങനെ ഒരാളുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ആളാണ് നമിത. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവൾ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവളെ വിളിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇവിടെയല്ല, മുംബൈയിലാണ്. എങ്കിലും എല്ലാ രഹസ്യങ്ങളും അവൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും. കാര്യം, ആരെങ്കിലും നമ്മളുടെ കാര്യം ഒന്നറിഞ്ഞിരിക്കണ്ടേ? എല്ലാ മനുഷ്യർക്കും ഒരാശ്വാസം വേണ്ടേ? എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് അവൾ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ വെച്ചും അല്ലാതെയും ഒക്കെ. പിന്നെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സപ്പോർട്ട് മൊബൈലിൽ കൂടെ ആണെന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് നമിത. പക്ഷേ എൻ്റെ കല്യാണത്തിന് വന്നിരുന്നു കേട്ടോ. അവൾ പറഞ്ഞത് എൻ്റെ ഭർത്താവ് കാണാൻ കൊള്ളാവുന്നൊരു മനുഷ്യൻ തന്നെയാണ്. മറ്റേ മോഡലിന് അത്രയും സൗന്ദര്യമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ നല്ലൊരു മനുഷ്യനാണ്, കുഴപ്പമില്ലടി, നീ അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെ അന്ന് കല്യാണത്തിന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഭർത്താവിന് എന്നോട് യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് ചോദിച്ചു, ഇതെന്ത് ലോകവാടി, മൊത്തം വിചിത്രമാണല്ലോ. ഈ ആണുങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? അങ്ങേർക്ക് വേറെ വല്ല പ്രശ്നങ്ങളുമുണ്ടോ എന്ന് നീ അന്വേഷിക്കണം. ആണുങ്ങളോട് മാത്രം ടൂറ് പോകുന്നു. ഞാൻ പറഞ്ഞേ, ആ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാര്യം ഇവരൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അറിയാമല്ലോ, ആണുങ്ങൾ സംസാരിക്കുന്നതും മറ്റു ടൈപ്പ് ആൾക്കാർ സംസാരിക്കുന്നതും കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകില്ലേ. പിന്നെ എന്താണ് എൻ്റെ ഭർത്താവിന് കുഴപ്പം? എനിക്കറിയില്ല എൻ്റെ പൊന്നുമോളെ, സ്വാതന്ത്ര്യവാദി ഏതാണ്ടാണ്, എനിക്കൊരു പിടി കിട്ടുന്നില്ല, ന്യൂ ജനറേഷൻ ടൈപ്പ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു. എന്തായാലും നീ കൂടെ നിന്ന് പുള്ളിയുടെ സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇതിനിടയ്ക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ രണ്ടുപേരും കൂടെ അങ്ങ് ഒന്ന് ചേർന്നാലോ, മാനസാന്തരം മറ്റോ ഉണ്ടായാലോ. ഒരു തമിഴ് രേവതിയൊക്കെ അഭിനയിച്ചൊരു പഴയ മൂവിയില്ലേ, അവർക്ക് അങ്ങനെയാണല്ലോ, രണ്ടുപേരും ഇഷ്ടമില്ലാതെ താമസിച്ച് അവസാനം രണ്ടുപേരും കൂടി ഇഷ്ടമാകുമല്ലേ. ആ, ഞാൻ പറഞ്ഞ ആകുന്നെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ പിരിയാം. നിന്റെ ഭർത്താവ് എപ്പോഴും ഇവിടെ ഉണ്ടോ? ഇല്ലടി, പുള്ളി മിക്കവാറും ആഴ്ചയിൽ 2 ദിവസത്തോടെ കാണും. ബാക്കിയുള്ള സമയത്തൊക്കെ ഇപ്പോൾ ബിസിനസ് ആണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോകും. എന്തിനു പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം പറയില്ല. ഒന്നുകിൽ ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറയും, അല്ലെങ്കിൽ കൂട്ടുകാരോട് കറങ്ങാൻ പോവുകയാണ്, മല കയറാൻ പോവുകയാണ് എന്നൊക്കെ പറയും. മല കയറാനോ? അതെടി, ഈ ട്രക്കിങ്, ഓഫ് റോഡ്, റൈഡിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിനക്ക് സമാധാനമുണ്ടോ? സമാധാനമുണ്ട്. പണം വല്ലതും തരുമോടി അവൻ? പിന്നെ പണമൊക്കെ ഇഷ്ടംപോലെ തരും. ഒരു ATM കാർഡ് എനിക്ക് തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് പണത്തിൻ്റെ ആവശ്യമില്ലടി. ഓൾറെഡി വീട്ടുകാർ തന്ന പൈസയൊക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. എന്തായാലും മോളെ, വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ജീവിച്ചതുപോലെ തന്നെയാണ് നീ ഇപ്പോഴും ജീവിക്കുന്നത്. ഒരു കണക്കിന് ഭാഗ്യമാണ്. കാര്യം ഇതൊരു മോഡേൺ സെറ്റപ്പാണല്ലോ എന്ന് പറഞ്ഞ് അവൾ എന്നെ സാന്ത്വനിപ്പിച്ചു. ഒരു കണക്കിന് നോക്കുമ്പോൾ വിഷമിക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും ഈ കല്യാണത്തിലില്ല. വിചിത്രമാണ്, പക്ഷേ വലിയ പ്രശ്നങ്ങളില്ല. ഇടയ്ക്ക് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നു, നീ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എത്ര പേരുണ്ട്? അത് ഞങ്ങൾ 4 പേരുണ്ട്. നമുക്ക് 5 പേര് ചേർന്ന് ഊട്ടി പോകാം. ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എനിക്കറിയാവുന്നവരാണോ? അത് നീ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ്, പുതിയ ആളുകളാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, പലരെയും ഞാൻ പരിചയപ്പെടുത്താം. നീ വരുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും വെറുതെ ഇരിക്കുകയാണ്, ഞാൻ വരാം. നിങ്ങൾ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് റൂമും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? അതൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങളവിടെ ചെന്നിട്ട് പല സ്ഥലങ്ങളും കാണാനൊക്കെ പോകും. എല്ലാ സ്ഥലത്തും നീ വരേണ്ട കാര്യമില്ല. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററുണ്ട്, തേൻമൊഴി. അവൾ നീയും കൂടെ അവിടെ പോയി എല്ലായിടും കണ്ടു. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറെ പല പരിപാടികളുമുണ്ട് എന്ന് പറഞ്ഞു. അവിടെ അതിഗംഭീരമായ റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. എനിക്കതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ടോയ് ട്രെയിനൊക്കെ പോയില്ലേ, ആ ഒരു വഴിക്കാണ്, കാണാൻ നല്ല രസമാണ്. അങ്ങനെ എൻ്റെ മനസ്സ് ആകെ കൂടി സന്തോഷത്തിലായി. ഭർത്താവിനെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, കാര്യം ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങാനൊക്കെ പോകും. രാവിലെ അവരെവിടേക്കോ പോയി. ഈ പറഞ്ഞ തേൻമൊഴി എന്ന് പറഞ്ഞ പെൺകുട്ടി വന്നു. അവളെന്നെ ഏറ്റെടുത്തു. നല്ല വിദ്യാഭ്യാസമുള്ള ഗൈഡ് പോലൊരു പെൺകുട്ടിയാണ്. നമുക്ക് രണ്ടുപേർക്കും കൂടി കാറിൽ പോകാമെന്ന് പറഞ്ഞ് അവൾ തന്നെയാണ് കാറിൽ എന്നെ എല്ലായിടവും കൊണ്ട് കാണിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര കൂട്ടായി. അവൾക്ക് എൻ്റെ ഭർത്താവിനെ നേരത്തെ അറിയാം, ഒത്തിരി വട്ടം അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി അവളുടെ ബ്രദറും എൻ്റെ ഹസ്ബൻഡും കൂടി ബാംഗ്ലൂരിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ബ്രദർ ഇപ്പോൾ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. അണ്ണൻ ഒരിക്കലും വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചല്ല എന്ന് അവൾ റിപ്പീറ്റായി പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ പുള്ളിക്ക്? വേറെ പ്രേമബന്ധങ്ങളുണ്ടോ? മറ്റ് കൂട്ടുകാരികളുടെ കൂടെ ഇവിടെ കറങ്ങാൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഏയ്, പുള്ളിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു രീതിയിലും ഒരു ദുസ്വഭാവമില്ല. സ്ത്രീകളും മറ്റിവിടെ വന്നിട്ടേ ഇല്ല, എല്ലാം ആണുങ്ങളുമായിട്ടാണ്. ഞാനിപ്പോൾ പറഞ്ഞു, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കണ്ട പെൺകുട്ടിയാണെങ്കിലും എന്താണെന്നറിയില്ല, അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അവളോട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവരാരും അത്തരം കാര്യങ്ങൾ തേടിയില്ല നടക്കുന്നത്. എന്നാൽ അത്യാവശ്യം വേറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്താ മോളെ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ തേൻമൊഴി എന്നോട് പറഞ്ഞു, ഇവർക്ക് ഓരോരോ വ്യത്യസ്തമായ ഇഷ്ടങ്ങളാണ്. നാടോടികളെ പോലെയാണ്. കാട് കാണുക, റൈഡിങ്ങിന് പോവുക, ഇങ്ങനെയുള്ള പല വിനോദങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പലതരത്തിലുള്ള ലഹരികൾ പരീക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം. ഇവരെല്ലാം അത്തരം കാര്യങ്ങൾക്ക് അടിമയാണ്. എൻ്റെ ബ്രദറും അങ്ങനെ തന്നെയായിരുന്നു. അവസാനം എൻ്റെ അപ്പ നിർബന്ധിച്ച് ഗൾഫിൽ വിട്ടപ്പോഴാണ് ഇപ്പോൾ ഒട്ടും സമാധാനമായത്. അറിയില്ല ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അവിടെ ആകുമ്പോൾ നിയമങ്ങളൊക്കെ കർശനമല്ലേ, ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ, ചുമ്മാ സ്വതന്ത്രമായി നടക്കുകയല്ലേ. അപ്പോൾ ഇവരുടെ കൂട്ടായ്മ എന്തിനുള്ളതാണ്? ഇതിനൊക്കെ തന്നെ ചേച്ചി. അവർ പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോയി പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ലഹരികളെ പരീക്ഷിക്കും. ഇതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ചേച്ചി വിചാരിക്കുന്ന പോലെ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് അടിമകളല്ല അവർ. അവർ ഇതിൻ്റെ അടിമകളാണ് എന്ന് പറഞ്ഞ് അവൾ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എനിക്ക് തോന്നിയത് ഭർത്താവിൻ്റെ കൂട്ടുകെട്ട്, സമ്പത്ത്, ബിസിനസ്, പണത്തിൻ്റെ വരവ്, ഇതെല്ലാം ഇത്തരം കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇതാണ് ഇവരുടെ കുറിച്ചതും. സത്യം പറഞ്ഞാൽ ലഹരിക്ക് അടിമയാണ് എൻ്റെ ഭർത്താവ്. അയാൾ മദ്യപിക്കുന്നതോ സിഗരറ്റ് വലിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അല്ലാത്തവരെല്ലാം നമ്മൾ ലഹരിയിൽ നിന്ന്
ഒഴിച്ചു നിർത്തും. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥ ലഹരിയെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾക്കാർക്കും അറിയാതെ നടന്നു പോകുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് അവരെന്ന് ഇവളുടെ കയ്യിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ആരോടും പറയില്ലെന്ന് പറഞ്ഞ് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ഞാൻ സത്യം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി. ഭർത്താവിൻ്റെ പുറകെ പോയിട്ടോ നിയന്ത്രിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അയാൾ വിചാരിക്കുന്ന സ്വാതന്ത്ര്യം, അയാൾ വിചാരിക്കുന്ന ലോകം, അത് ലഹരിയുടെ ലോകമാണെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അങ്ങേരെ പ്രശ്നക്കാരാകുമെന്നും അങ്ങേരെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റില്ലെന്നും ഒക്കെ മനസ്സിലായി. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇങ്ങനെ തിരുത്തി നല്ലൊരു ഭർത്താവാക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഈ കാര്യം കൺഫേമായി. അങ്ങേരോട് ഒട്ടി നിന്ന് 2 വർഷം കഴിയുമ്പോൾ പിരിയുക, അതായിരിക്കും ഏറ്റവും സേഫ്. ഒന്നും ചോദ്യം ചെയ്യാതിരിക്കുക. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. അവർ രാത്രി ഒരു 8:30 ആയപ്പോഴാണ് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ എല്ലാ ചുറ്റിക്കാണലും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടിപൊളിയായിരുന്നു. അവൾ എന്തൊക്കെ പറഞ്ഞു? ഞാൻ പറഞ്ഞു അവൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേ കാര്യങ്ങൾ എനിക്ക് വിവരിച്ചു തന്നു, കാഴ്ചകളൊക്കെ കാണിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ദേ മേളിൽ ക്യാമ്പ് ഫയർ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പോകാം, അവിടെ പാട്ടും നല്ല രസമായിരിക്കുമെന്ന്. ഞാൻ യെസ് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അപ്പോഴുണ്ട് ഹസ്ബൻഡ് കൂടെ പോയ 2 ഫ്രണ്ട്സ് അവിടെ ഷർട്ടില്ലാതെ ഡാൻസ് കളിക്കുന്നു കേട്ടോ. ഇത്രയും കൊടും തണുപ്പിൽ അവരിങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴേക്കും നമുക്കൊരു കൗതുകം തോന്നും. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് അവരെ ആകെ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ തോന്നി. വന്നവരിൽ 2 പേർ നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ്. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ എൻ്റെ പഴയ കാമുകനെ എപ്പോഴും താരതമ്യം ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ആണുങ്ങളോട് എനിക്ക് ചെറിയ പുച്ഛം തോന്നാറുണ്ട്, അമ്മമാർക്ക് വലിയ സൗന്ദര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവരിങ്ങനെ ഡാൻസൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചു, കൊള്ളാം, നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. എൻ്റെ പൂർവ്വകാമുകനുമായി അവർക്ക് വല്ലാത്ത സാമ്യം. ആ 2 പേർക്കും ഒരുപോലെ സാമ്യം. അവരുടെ ചലനങ്ങൾ ഞാൻ വാച്ച് ചെയ്യുകയായിരുന്നു. ആ റിസോർട്ടിൽ താമസിക്കുന്ന മറ്റ് പലരുമുണ്ട്. ഇടയ്ക്ക് മറ്റുള്ളവരും നൃത്തം ചെയ്യാൻ കൂടിയെങ്കിലും എൻ്റെ മനസ്സ് ആകെ പാറിപ്പറക്കുകയായിരുന്നു. കാര്യം ബോഡി ബിൽഡറായ എൻ്റെ പഴയ കാമുകൻ്റെ പ്രണയചേഷ്ടകൾ എനിക്ക് ഓർമ്മ വന്നു. 2 പേരിൽ ഒരേപോലെ എൻ്റെ പഴയ കാമുകനെ ദർശിക്കാമെന്ന് പറഞ്ഞാൽ മാഡം എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണമെന്ന് പറയുമായിരിക്കും. എന്നാലും എനിക്കങ്ങനെ തോന്നി. ഞാൻ അവരെ നോക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് മറ്റു പെണ്ണുങ്ങളൊന്നും നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുമില്ല. ഡാൻസും പാട്ടുമൊക്കെയായി എൻജോയ് ചെയ്യുകയാണ്. എൻ്റെ മനസ്സിൽ എന്തോ പഴയൊരു സിനിമയിലെ മഞ്ഞു പെയ്യും രാവിൽ എൻ മനസ്സുറങ്ങിയോ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ആ പാട്ടിലെ നായികയെപ്പോലെ എൻ്റെ കണ്ണുകൾ അവരെ 2 പേരെയും പരതാൻ തുടങ്ങി. എൻ്റെ മനസ്സ് വട്ടം കറങ്ങുകയാണ്. മോഹങ്ങൾ എന്നെ ലഹരി പിടിപ്പിക്കാൻ തുടങ്ങി. അവർക്ക് ലഹരി വേണമായിരിക്കും. പക്ഷേ എൻ്റെ പഴയ ഓർമ്മകൾ ഇവിടെ എന്നെ ലഹരിയിൽ മുഴുകാൻ ഒത്തിരി സഹായിച്ചു. ആ മഞ്ഞിലും എനിക്ക് ചൂട് തോന്നി. ഞാൻ അവരെ അടിമുടി ശ്രദ്ധിച്ചു. ഇവരിങ്ങനെ ഓരോന്നടിച്ച് കിറങ്ങി നടന്നാൽ മതിയോ? എന്നെപ്പോലുള്ള സ്ത്രീകളെ നോക്കണ്ടേ? ലഹരികൾ ഇവിടെയും ഇല്ലേ? ഇവരെന്ത് മനുഷ്യരാണ്, ഇതെന്ത് കൂട്ടമാണ് എന്നൊക്കെ ഞാൻ പഴി പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഉൾപ്പെടെ. പക്ഷേ അങ്ങേരെ ഞാൻ ഈ ഗണത്തിൽ കൂട്ടിയില്ല. പക്ഷേ ഇവർ 2 പേരും എൻ്റെ ചോയ്സാണ്. ചോയ്സുകൾ കാണുമ്പോൾ ഏതൊരു സ്ത്രീക്കും ഇളക്കം വരുമല്ലോ. ഇളക്കത്തോടെ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് അതിൽ അരുൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി എന്നെ ഇടയ്ക്ക് നോക്കി. ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കുന്നത് പുള്ളിക്കാരൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ തുടങ്ങി. കണ്ണുകൾ കഥ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പലതും കൈമാറി. പുള്ളി എന്നെ ആരും കാണാതെ സൈറ്റ് അടിച്ചു. ഞാനും തിരിച്ച് എന്തോ ഒരു ഗെയിം സിഗ്നൽ കൊടുക്കുന്ന പോലെ ഞാനും കാണിച്ചു. കാര്യം എനിക്കറിയില്ല, അവരെക്കാൾ ഉന്മത്തയായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ആഹാരം കഴിക്കാൻ പോയി. എൻ്റെ ഭർത്താവ് ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അരുൺ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്താ എന്നെ നോക്കുന്ന കണ്ടല്ലോ എന്ന്. ഇത്ര ആൾക്കാരിക്കുമ്പോൾ ഷർട്ടില്ലാതെ ഡാൻസ് കളിക്കാൻ, അതും ഈ ഊട്ടിലെ തണുപ്പിൽ, നാണമില്ലേന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് ഇവിടെ ആ ഫയറിങ്ങിന് കത്തിയിരിക്കുകയല്ലേ, അപ്പോൾ അവിടെ ഡാൻസ് കളിക്കാൻ അതാ നല്ലത്, അതുകൊണ്ടാണ് എന്നെ നോക്കിയത്. പിന്നെ ഷർട്ടില്ലാതൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും നോക്കിപ്പോയില്ലേ? നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും സൂപ്പർ, നിങ്ങൾ 2 പേരെയും ഞാൻ മാറി മാറി നോക്കിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്കും ഏകദേശം സെയിം മെൻറ്റാലിറ്റി ഉള്ള ആളാണ്, തൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ അങ്ങനൊരു മെൻറ്റാലിറ്റി ഇല്ലാത്ത ആൾ. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്?
അത് തനിക്കറിയില്ലേ? തൻ്റെ ഭർത്താവ് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ ഒട്ടും താല്പര്യമുള്ള ആളല്ല. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അവൻ്റെ വിവാഹ ജീവിതവും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. കുത്തി കുത്തി ചോദിച്ചപ്പോൾ എൻ്റെ വിശദവിവരങ്ങൾ പുള്ളിയോട് ഞാൻ വിവരിച്ചു. അപ്പോൾ അരുണാണ് എന്നോട് പറഞ്ഞത്, ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, നല്ലൊരു ഗ്രൂപ്പിലാണ് വന്നെത്തിയിരിക്കുന്നത്. തൻ്റെ ഭർത്താവിന് താൻ സ്വതന്ത്രമായി എങ്ങനെ നടന്നാലും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമായിട്ടാണ്. ഇഷ്ടമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് വേണമെങ്കിലും യാത്ര വരാം. അവനോട് പറഞ്ഞാൽ മതി, അവൻ ഒന്നും പറയില്ല. തൻ്റെ ഇഷ്ടങ്ങൾ തുറന്നു പറയാമെങ്കിൽ അവൻ സമ്മതിക്കും. അല്ലാതെ ഒളിച്ചും പാത്തും നമുക്കിവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഉള്ളതാണോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു കറക്റ്റാണ്. ദേ ഞാനിപ്പോൾ തന്നെ പോയി പുള്ളിയോട് സൂചിപ്പിക്കും. അയ്യോ വേണ്ട, റിസ്ക് ആകും. ഒരു റിസ്ക്കുമില്ല. തൻ്റെ ഭാര്യ എന്നെ നോക്കുന്ന കണ്ടല്ലോ എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ അവൻ വന്ന് എന്താണ് ചോദിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ എന്താണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നു. രാത്രിയായപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, താൻ എന്തിനാണ് അരുൺ ഡാൻസ് കളിച്ചപ്പോൾ ഒത്തിരി വട്ടം നോക്കിയത്? ആര് പറഞ്ഞു നോക്കിയെന്ന് അവൻ എന്നോട് പറഞ്ഞല്ലോ. ആ അത് പിന്നെ ഞാൻ രണ്ടുപേരെ നോക്കി. അവർ രണ്ടുപേരും ഷർട്ട് ഊരിയിട്ട് ഡാൻസ് കളിക്കുകയല്ലേ. നിനക്ക് എന്താ എത്ര നോക്കാനുണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞു എൻ്റെ പഴയ കാമുകനെ എനിക്ക് ഓർമ്മ വന്നു. ആഹാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചുള്ളന്മാരുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവർ രണ്ടുപേരും ബോഡി ബിൽഡിങ്ങിൽ പണ്ടേ താല്പര്യമുള്ളവരാണ്, വിവാഹത്തിലൊന്നുമല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. തനിക്ക് അത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുമോ? അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒരിക്കലും ഞാൻ തെറ്റിദ്ധരിക്കില്ല. എന്തോ മറ്റു പല സാഹസിക കാര്യങ്ങളോടും എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ആണ്. ഈ വശം ഞാൻ വീക്കാണ്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വീട്ടുകാർക്കോ നാട്ടുകാർക്കോ നിനക്കോ ഒരബദ്ധം ഉണ്ടാകരുത്. അങ്ങനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെച്ച് ഇതൊക്കെ തുടങ്ങുന്നതിലും എനിക്കൊരു പ്രശ്നവുമില്ല. എല്ലാം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മറയുമില്ല. നിനക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാം എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഓക്കെ ആണെങ്കിൽ നീ അവന്മാർ രണ്ടുപേരുമുള്ള റൂമിലേക്ക് ഇപ്പം തന്നെ പോയിക്കോളാൻ പറഞ്ഞു. ഞാനൊന്നും മിണ്ടാത്തപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളിതിൻ്റെ പേര് പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ പിന്നീട് ഇതിൻ്റെ കെട്ടെന്ന് ഉറങ്ങുമ്പോൾ എന്നെ വഴക്ക് പറയില്ലെന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാണ് ഹസ്ബൻഡ് അവളുടെ റൂമിൽ എന്നെ കൊണ്ട് പരിചയപ്പെടുത്തിയത്. എനിക്കാണെങ്കിൽ ആ ത്രില്ല് സഹിക്കാൻ വയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ അവരെക്കാൾ ലഹരി പിടിച്ച ആളായി ഞാനാണ് അവിടെ ഉറഞ്ഞു തുള്ളിയത്. അതുമാത്രമല്ല പഴയ കാമുകൻ്റെ ഫീച്ചേഴ്സുള്ള രണ്ടു പേർ, അതായത് കാമുകൻ്റെ രണ്ട് ഇരട്ട രൂപങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇരട്ട മധുരമായിരുന്നു എനിക്ക്, അതോ ഇരട്ടി മധുരമായിരുന്നു എനിക്കെന്ന് പറയണോ? എനിക്ക് അറിയില്ല. അന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഒരു പുതുയുഗം കുറിക്കുകയായിരുന്നു. ഭർത്താവിൻ്റെ രാവിലെ ആയപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. അവരെല്ലാം മിതമായ രീതിയിൽ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം ഒരു ഹൈ സൊസൈറ്റി ലൈഫാണ്. എല്ലാമുണ്ട്. എന്നാൽ പുറത്തുള്ളവർക്ക് വലിയ വീട്ടിലെ ആൾക്കാരും നല്ല രീതിയിൽ ജീവിക്കുന്നവരുമാണ്. മാഡം ഇത് കഴിഞ്ഞതിൽ പിന്നെ പലപ്പോഴും ആ രണ്ട് ഫ്രണ്ട്സും കൂടെ എൻ്റെ വീട്ടിൽ വന്ന്, അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരുമുള്ള മുറിയിലേക്ക്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി എൻ്റെ മുറിയിലേക്ക് വരാറുണ്ട്. പിന്നീട് എനിക്ക് ഭാഗ്യവശാൽ ഒത്തിരി ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പഴയ കംപ്ലൈൻ്റ് ഇല്ല. എൻ്റെ പഴയ കാമുകനേക്കാളൊക്കെ എത്രയോ സൗന്ദര്യമുള്ളവരെ പിന്നീട് കണ്ടെത്താൻ എൻ്റെ ഭർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഹസ്ബൻഡിനെ ഈ ഒരു ഭാഗം വീക്കാണ്. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും വ്യത്യസ്തമായ ഇഷ്ടങ്ങളോ ഒന്നുമില്ല. പുള്ളിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ പലവിധ ലഹരികളിലും അദ്ദേഹത്തിന് ഇഷ്ടവുമാണ്. ഇങ്ങനെ ലൈഫാണ് ഞാൻ നയിക്കുന്നത്. എനിക്കിനിയിപ്പോൾ വിവാഹമോചനം ചെയ്യാനൊന്നും താല്പര്യമില്ല. ഒരു കുട്ടി വേണമെന്നൊക്കെയുണ്ട്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മാഡം അതിനെന്തെങ്കിലും വഴിയുണ്ടോ? ഹസ്ബൻഡിനോട് ഞാൻ എന്താണ് പറയേണ്ടത്? എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കേട്ടിട്ട് നല്ലൊരു ജീവിതമാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. പ്രോത്സാഹിപ്പിക്കാനേ പറ്റില്ല. എന്നാലും നിങ്ങളിതിൽ ഉറച്ചു നിൽക്കാൻ ഉദ്ദേശിച്ച സ്ഥിതിക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ സന്ദർശിച്ച് IVF പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ എളുപ്പമാണല്ലോ. കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, ഒരു പ്രശ്നമില്ല. ഹസ്ബൻഡ് ദാനം ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടുന്നു, അത് കറക്റ്റായിട്ട് എല്ലാം ശാസ്ത്രീയമായി തന്നെ ഇതെല്ലാം ശരിയാക്കി എടുക്കാമെന്നുള്ളൂ. പണം ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. ഭർത്താവ് ഇപ്പോൾ
ആക്റ്റീവായിട്ട് നിൽക്കണമെന്നോ സഹകരിക്കണമെന്നൊന്നുമില്ല. ഈ കാര്യത്തിൽ മാത്രം ഒന്ന് സഹകരിച്ചാൽ മതി. ഭർത്താവിനോടത് ഒന്ന് ചർച്ച ചെയ്യുക. മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്നേഹപ്രകടനത്തിന് പോലും ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒരു ഓപ്ഷനുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു കാര്യത്തോട് മൊത്തം അങ്ങോട്ട് കേൾക്കുമ്പോൾ ഒട്ടും അങ്ങോട്ട് നല്ലൊരു രീതിയായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഇതാണ് വഴി കേട്ടോ.